പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കുള്ള ഗതാഗതം അപകടാവസ്ഥയിൽ. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചേരുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. 650ഓളം കുട്ടികൾ പഠിക്കുന്ന പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 40ഓളം ഭിന്നശേഷി കുട്ടികളും പഠിക്കുന്നുണ്ട്. സ്കൂൾ വാഹനം കോമ്പൗണ്ടിലെത്താത്ത ഈ സ്കൂളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നത് ഓട്ടോ മാർഗമാണ്. ഭിന്നശേഷി കുട്ടികളും കൊച്ചുകുട്ടികളും ഓട്ടോറിക്ഷ മുഖാന്തരമാണ് സ്കൂളിൽ എത്തുന്നത്. ഈ റോഡ് അപകടാവസ്ഥയിലായതോടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. സ്കൂളിലെ പാചകപ്പുരയിലേക്ക് ആവശ്യമായ സാധനങ്ങളും സ്കൂളിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനും ഈ റോഡ് മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഇതോടെ ഈ പ്രവർത്തനങ്ങളിലും താളപ്പിഴവ് സംഭവിക്കും എന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ. ഗവൺമെന്റ് പാമ്പനാർ സ്കൂളിലെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് സംരക്ഷണത്തെ പറ്റി തകരുകയും അതുപോലെ തന്നെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് 100 കുറയാതെ ജനങ്ങൾ താമസിക്കുന്ന ഈ റോഡ് യൂസ് ചെയ്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂൾ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കെട്ടിട പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉച്ചഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഈ റോഡ് ആശ്രയിച്ച കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ റോഡ് തകർന്നതായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ ഉണ്ടാകുന്ന എല്ലാ വികസനങ്ങളും ഇപ്പം തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികളെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കുള്ള നടക്കാനും അതുപോലെ അവരുടെ ഹോസ്പിറ്റൽ കേസും മറ്റുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനുള്ള റോഡാണ് ഇത്. എത്രയും പെട്ടെന്ന് തന്നെ അധികാരി ഈ കാര്യത്തിന് ശ്രദ്ധ ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡിനെ നന്നാക്കി തരാനുള്ള എല്ലാ ഇടപെടലും നടത്തുന്നത് മാത്രം PTയുടെ ഭാഗത്തും ഈ സ്കൂളിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എല്ലാ ഭാഗത്തും ഈ ഒരു നിർദ്ദേശം സ്കൂളിൻ്റെ ഭാഗമായിട്ടും ഞങ്ങളുടെ ഭാഗമായിട്ടും ഞങ്ങൾ സർക്കാരിനോട് പറയുകയാണ്. ഇതോടൊപ്പം സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന കുമാരപുരം കോളനി എന്ന കോളനി പ്രദേശത്ത് 100ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് മാർഗവും ഇതാണ്. ഈ റോഡ് അപകടാവസ്ഥ ആയതോടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശുപത്രി ആവശ്യങ്ങൾ അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങളെ സാരമായി ബാധിക്കും എന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. ആയതിനാൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട മേൽനടപടി സ്വീകരിച്ച് ഈ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡിൻ്റെ ഗതാഗതം പൂർണ്ണമാക്കി തരണം എന്ന ആവശ്യവും ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.